ഈ വരുന്ന ഫെബ്രുവരി 23-ാം തീയതി നമ്മുടെ പയ്യാമ്പലത്ത് വെച്ച് കണ്ണൂർ ബീച്ച് റൺ നടക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കഴിവതും ഫാറ്റി ഫുഡ് ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഡെയിലി പറ്റുമെങ്കിൽ ചെറിയൊരു വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ്, അതുപോലെ ടോട്ടൽ ബോഡി, ഹോൾ ബോഡി സ്ട്രെച്ചിങ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കണ്ണൂർ ബീച്ച് റണ്ണിൽ പങ്കെടുക്കുന്ന റണ്ണേഴ്സ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്ന്, ഒരു പ്രോപ്പർ റണ്ണിങ് ഷൂസിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ഹാർഡ് സർഫസ് ആയിരിക്കും ഓടുന്നത്. അതുകൊണ്ട് ആങ്കിൾ ഇഞ്ചുറീസും ബാക്ക് പെയിനും ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് പോലുള്ള ഇഞ്ചുറീസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു നല്ലൊരു ഷൂസ് എല്ലാവരും വാങ്ങിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ വാമപ്പ്. അതായത് ഈ റണ്ണിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ഹോൾ ബോഡി സ്ട്രെച്ചിങ് ആൻഡ് വാമപ്പ് ചെയ്യുക. അതേപോലെ ഓട്ടത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, വാട്ടർ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടുന്ന് ആഡിക്വേറ്റ്ലി നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ പരമാവധി ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓടുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. റണ്ണിങ്ങിൻ്റെ സമയത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. ഫാസ്റ്റ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നോസിലൂടെ, നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിച്ച് പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടും, നമ്മൾ പെർഫോമൻസ് കൂടും, കൂടുതൽ നേരം ഓടാൻ സാധിക്കും. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഫുട്ടിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഹീലാണ് നമ്മൾ ആദ്യം ടച്ച് ആവുന്നത്. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോഴും അത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹീൽ ടച്ചാണ് പലരും റണ്ണ് ചെയ്യുമ്പോൾ ആദ്യം ടച്ച് ചെയ്യുന്നത് കാണുന്നത്. അതിന് പകരം മിഡ് ഫുട്ട്, അതായത് ഫുട്ടിൻ്റെ സെൻറ്റർ പോർഷൻ ടച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഹീൽ ടച്ച് മാറ്റി മിഡ് ഫുട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഓടാൻ സാധിക്കും. അഞ്ചാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ആൻഡ് ആം പൊസിഷനാണ്. ഓടുമ്പോൾ നമ്മുടെ ഷോൾഡർ ആൻഡ് ആം പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓടുമ്പോൾ ആദ്യം വരുന്നത് വലത് കാലാണെങ്കിൽ നമ്മുടെ ആം പൊസിഷൻ ലെഫ്റ്റ് ആയിരിക്കണം, ഇടത് കൈയായിരിക്കണം ഫ്രണ്ടിലേക്ക് വരുന്നത്. അതുപോലെ പലരും ഓടുമ്പോൾ കണ്ടുവരാറുണ്ട് ഷോൾഡർ രണ്ടും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആടിക്കളിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഷോൾഡർ നല്ല ഫ്രീ ആയി വിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നല്ല സ്വിങ് ചെയ്ത് പോവുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും റണ്ണിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഇഞ്ചുറീസ് കുറക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പെർഫോമൻസ്, റണ്ണിങ്ങിലുള്ള പെർഫോമൻസും ഫിനിഷിംഗ് ലൈനിലേക്ക് ഇഞ്ചുറി ഒന്നും കൂടാതെ തന്നെ എല്ലാവർക്കും എത്താനും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഓൾ ദി ബെസ്റ്റ്.